ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച് കണ്ണടച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഭഗവാന്റെ രൂപമായിരുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി പല ഇടവഴികളിലും ക്ലാസ് മുറികളിലും ഏറെ മോഹിപ്പിച്ച ആ മനോഹര ഗന്ധം നാസാരന്ധങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞെത്തുമ്പോൾ ഇരു കണ്ണും തുറന്ന് ഞാൻ അരികിലേക്ക് നോക്കി. തങ്കക്കമ്മലിട്ട് വെള്ളപ്പട്ടുടുത്ത് നീണ്ട മുടിയിടയിൽ പൂവും ചൂടി അവൾ പതിവിലും സുന്ദരിയായി എൻ്റെ അരികിൽ തന്നെ. പതിയെ പിന്നോട്ട് വെച്ച കാലുകൾ വിറയൽ മാറാതെ അടക്കി നിർത്തുമ്പോൾ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് പറയേ. പ്രസാദവുമായി തിരിഞ്ഞു നിൽക്കുന്ന അവളെ നോക്കി ഹൃദയത്തിൻ്റെ ഏതോ മൂലയിൽ അണയാതെ കൂട്ടിവെച്ച അല്പം ധൈര്യം സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ വിളിച്ചു, അഞ്ജു. അവളുടെ കണ്ണുകളിൽ ജ്വലിച്ചുയർന്ന കോപത്തിന്റെ അഗ്നിയിൽ എൻ്റെ കൈകളിൽ നിന്നും വിയർപ്പിനാൽ നനഞ്ഞ പ്രണയലേഖനം താഴെ വീണു. ഒരു കൈയിൽ പ്രസാദം പിടിച്ച് അവൾ അതെടുത്ത് തുറന്നു നോക്കി വായിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തണുത്തുറഞ്ഞതായിരുന്നു. വരുന്നതെന്തും സംഭവിക്കട്ടെ എന്ന് കരുതി കണ്ണടച്ചു നിന്ന എൻ്റെ നെറ്റിത്തടങ്ങളിൽ ഒരു കുളിർ സ്പർശം തലോടുന്ന പോലെ എനിക്ക് തോന്നി. നെറ്റിയിൽ കുരുതേച്ച് പിറകിലേക്ക് വലിച്ച കൈവിരൽ എന്നിൽ നിന്നും പകരുമ്പോൾ അവളുടെ മുഖത്ത് മുഴുവൻ സ്നേഹത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു.